അസ്സലാമു അലൈക്കും. പുതിയ കുടുംബസമിതിയുടെ 7ാമത്തെ സംഗമത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതായത് 18 വർഷം മുമ്പ് നമ്മൾ തുടങ്ങി വെച്ച ഒരു സംഗമം 18 വർഷത്തിന് ശേഷവും 2025-ലും ഇത് ഇത്രയും ശക്തമായി തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒത്തൊരുമയും കുടുംബത്തിൻ്റെ കെട്ടുറപ്പുമാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണതയിൽ ഒരു പരിപാടി, ഒരു കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്താണ് നടത്താറുള്ളത്. ഇത് പുതിയ തലമുറയുടെ താല്പര്യവും പുതിയ തലമുറയുടെ വിശ്വാസവും പ്രകാരം ഉച്ചയ്ക്ക് ശേഷം നടത്താമെന്നുള്ള അവരുടെ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഞങ്ങളും അവരുടെ കൂടെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു കുടുംബസംഗമം എന്നുള്ളത് വളരെയധികം പാലിച്ച ഉത്തരവാദിത്വത്തോടു കൂടി വളരെയധികം കണിശമായ രീതിയിൽ നമ്മൾ ഒത്തുകൂടിയാൽ മാത്രമേ ആ കുടുംബസംഗമം ഒരു വിജയമാക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ശരി, ഒരു കുടുംബസംഗമം എന്ന് പറയുന്നത് ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും അല്ലെങ്കിൽ ഒരു വല്യപ്പയുടെയും ഒരു വല്യമ്മയുടെയും അവരുടെ മക്കളും മരുമക്കളും അടങ്ങുന്ന തലമുറ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് കുടുംബ ബന്ധങ്ങൾ എന്നെ സംബന്ധിച്ചോളം തന്നെ ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നമുക്ക് ഈ പുതിയ കുടുംബസമിതിയുടെ വേദിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ പല സ്ഥലങ്ങളിലും കല്യാണത്തിനൊക്കെ പോയാൽ കണ്ട് ചിരിച്ചു പോന്നിരുന്ന പല ആളുകളും നമ്മളുടെ രക്തബന്ധമാണ്, നമ്മളുടെ വല്യപ്പാൻ്റെയും വല്യമാൻ്റെയും രക്തത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞത് തന്നെ ഈ പുതിയ കുടുംബസമിതി അല്ലെങ്കിൽ പുതിയ കുടുംബസമിതി തുടങ്ങിയതിന് ശേഷമാണ്. നിങ്ങൾക്കറിയാം, ഈ നിൽക്കുന്ന പല ആളുകളുടെയും മുഖം ഇപ്പോഴും നമുക്ക് പരിചയപ്പെടാനുണ്ടായ കാരണം നമ്മുടെ പുതിയ കുടുംബസമിതി വളരെയധികം വിജയകരമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യുവതലമുറയാണ് ഇപ്പോൾ ഈ കുടുംബസമിതി കൊണ്ടു നടക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള പ്രായമുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറിക്കൊടുത്ത് അവരാണ് ഇപ്പോൾ ഈ സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതിൻ്റെ ഐഡിയകളും ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തരും. ഈ സംഗമം വിജയമാക്കി കൊടുക്കേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമാണ്. ഏതായാലും വളരെയധികം സമയം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. ശരിക്കും 1:30 മണിക്ക് നമ്മൾ ആരംഭിക്കേണ്ടതായിരുന്നു. 1:30 മണിക്കല്ലേ 2:30 മണിക്കെങ്കിലും നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളുടെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഈ കുടുംബസമിതിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി ഞാൻ സ്വാഗതം പറയുകയാണ്. ഇതിൻ്റെ തലമൂത്ത കാരണന്മാരുണ്ട്, തലമൂത്ത അമ്മായികളും വല്യമാരുമുണ്ട്. അവർക്കൊക്കെ ഈ സമയത്ത് ഞാൻ ഈ സ്വാഗതസംഘം കൺവീനർ എന്നുള്ളവർക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതിനൊക്കെ പുറമെ ഇതിൽ സജീവമായി പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വളണ്ടിയർമാരുണ്ട്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഏറ്റെടുത്തിരിക്കുന്ന കൺവീനർമാരുണ്ട്, ഭക്ഷണത്തിന് കൺവീനറുണ്ട്, വളണ്ടിയർമാർ കൺവീനറുണ്ട്, എല്ലാത്തിനും കൺവീനർമാരുണ്ട്. പക്ഷേ കൺവീനർമാരെ മാത്രം ആശ്രയിച്ച് നമ്മളൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വിജയിക്കില്ല. അവരെയും കൂടെ നമ്മളും കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട് വേണം അവരൊക്കെ ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. 2:30 മണിക്കെങ്കിലും തുടങ്ങിയത് കൊണ്ട് നമുക്കൊരു 2:30 മണിക്കൂർ മാത്രമേ ഇനി കലാപരിപാടികൾക്ക് സമയമുള്ളൂ. ഇതിൻ്റെ ജനറൽ ബോഡി സെഷൻ സ്വാഗതം പറയുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറിയായ താസിഫും അതിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായ അൻവറുമാണ്. അതോടൊപ്പം അതിന് നന്ദി പറയുന്നത് ട്രഷററായ കുഞ്ഞിക്കോയുമാണ്. അവർ 3 ആളെയും ഞാൻ ആദ്യമായി ഈ സ്വാഗതം കൺവീനർ എന്നുള്ള സ്വാഗതം പറയുകയാണ്. ഇതിന് ഈ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വാളക്കുളത്തെ കുഞ്ഞാലിക്കുട്ടിയാക്ക എന്ന കുഞ്ഞാവക്കാക്കയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അബ്ദുൽ മജീദ് നഹ എന്ന കുഞ്ഞുബാക്കയാണ്, എൻ്റെ അളാപ്പയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരുപാട് ആശംസാപ്രസംഗങ്ങൾ വരാനുണ്ട്. നമുക്ക് 12ഓളം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് ആശംസാപ്രസംഗം ചെയ്യേണ്ട സമയമുണ്ട്. അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ സ്വാഗതസംഘം കൺവീനറും പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ചെയർമാൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെ സമയം ഞങ്ങൾ കവർന്നെടുക്കുന്നില്ല. ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ ഹാജരായിട്ടുള്ള
എല്ലാ ആളുകൾക്കും, എല്ലാ സഹോദരീ സഹോദരന്മാർക്കും, എല്ലാ കാരണവത്തികൾക്കും ഞാൻ ഈ സമയം സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ സിദ്ദീഖിനും ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഹാജരായിട്ടുള്ള മറ്റു കലാപരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികൾക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ചെയർമാനാണ്, സ്വാസംഘം ചെയർമാനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാസംഘം പുറ കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ നായ എന്ന ബാബുവിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു.